നമസ്കാരം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് മറ്റൊരു സജഷൻ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് നാച്ചുറൽ സ്റ്റോൺസിനെ കുറിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ച് നമ്മുടെ കോട്ടയം തിരുവഞ്ചൂരുള്ള വിശ്വാസ് സ്റ്റോൺ മാക്സിലെത്തി നിൽക്കുകയാണ്. ഒരുപാട് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കൂടാതെ അവർക്ക് ക്ലാഡിങ് സ്റ്റോൺ ഉണ്ട് നാച്ചുറലായിട്ട്, പിന്നെ അതുപോലെ പേവിങ് സ്റ്റോൺ ഉണ്ട്. അതിൽ തന്നെ വിവിധ തരമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ താഴെ കാണുന്ന ഇതുപോലുള്ള പെബിൾസ്, അതും ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കതൊക്കെ നോക്കി കാണാം. അവരുടെ കൂടുതൽ അതിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കിടങ്ങേത്ത് എൻ്റർപ്രൈസസ് ആണ്. കിടങ്ങേത്ത് എൻ്റർപ്രൈസസ് കോട്ടയം. അവരുടെ സ്റ്റീൽ വിൻഡോയുടെയും സ്റ്റീൽ ഡോസിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. എല്ലാവരും ഒന്ന് കാണുക. ഈ ഒരു സ്പോൺസർഷിപ്പിന് കാരണം അവരുടെ പുതിയൊരു പ്രസ്ഥാനം, പുതിയൊരു ബ്രാഞ്ച് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡോസ് അവിടെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. ഇതുപോലെയുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ടില്ല. അകത്തോട്ട് കയറുന്നതിന് മുൻപ് തന്നെ പുറത്ത് തന്നെ ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരുന്ന സോഫ പോലത്തെ ആ സീറ്റിംഗ് നിങ്ങൾ കണ്ടതായിരിക്കും. അതിവർ നാച്ചുറൽ സ്റ്റോണിൽ കൊത്തി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ അടുക്കുന്ന ആ ഒരു ഫിനിഷിങ് തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇരിക്കാൻ ഭാഗത്തിനുള്ള ഭയങ്കര എന്നാ പറയുന്നത്, തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്രതലമാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇരുന്ന ആ ഒരു സോഫ പോലത്തെ ആ സംഗതിയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. അതായത് നാച്ചുറൽ സ്റ്റോൺ തന്നെ ബാംഗ്ലൂർ സ്റ്റോണിൽ തീർത്തിട്ടുള്ള ഒരു കവാടം പോലെയുള്ള, അത് ഫുള്ള് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കാണ്. താഴെ തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ സ്റ്റോണ്, നാച്ചുറൽ സ്റ്റോൺ താഴെ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തടുക്കൂടെയൊക്കെ തന്നെ പെബിൾസ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ള വിശ്വാസ് സ്റ്റോൺ മാക്സിലെ റോബിചാണ്. റോബിച്ചേട്ടാ നമസ്കാരം. നമുക്ക് കൂടുതൽ കാര്യം ഒരു നാച്ചുറൽ സ്റ്റോണിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കസ്റ്റമർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് ആദ്യം തൊട്ടുള്ളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ ഓരോ ഇതിനെക്കുറിച്ചും? ഇത് നമുക്ക് വരുന്നത് രാജസ്ഥാൻ സ്റ്റോൺ ആണ്. ഓക്കെ, ഇതിന്റെ പേര് സാഗർ ബ്ലാക്ക് എന്ന് പറയും. 1/1 സ്ക്വയറിലാണ് വരുന്നത്. അതായത് ഒരടി, നമ്മളെ സാധാരണ ടൈല് വരുന്ന പോലെ ഒരടി സ്ക്വയറിൽ വരുന്ന സാധനമാണ്. ഇത് നമുക്ക് പില്ലറിന് യൂസ് ചെയ്യാം, വാളിന് കൊടുക്കാം, ഇന്റീരിയർ ആയിട്ട് കൊടുക്കാം, എക്സ്റ്റീരിയറിന് കൊടുക്കാം. നമ്മൾ എക്സ്റ്റീരിയർ കൊടുത്തിടുമ്പോൾ നമ്മൾ ഇതുപോലെ പോളിഷ് അടിച്ചത്, ഇപ്പോൾ ഓൾറെഡി ഇതിന്റെ മുകളിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ഉണ്ടല്ലേ? പോളിഷ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയല്ല വരിക, ഒറ്റ 1/1 എന്നുള്ള ഇതിലാണ് വരിക അല്ലേ? ഒറ്റ സ്ക്വയർ ആയിട്ട്, ഒരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഒരു ബാക്കിലൊരു മെഷ് വെച്ചിട്ട് അപ്പം ഒരു സ്ക്വയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഭിത്തിയിലോട്ട് വേസ്റ്റ് ചെയ്യുന്നത് വരുന്നത്. ഇത് രാജസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ളതാണ്. സാൻഡ്സ്റ്റോൺ എന്ന് പറയും. ഇത് ശരിക്കും നമ്മൾ കൂടുതലും ഇന്റീരിയർ പർപ്പസിനാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പോളിഷ് ചെയ്ത് ഇടുമ്പോൾ ഇത്രയും ഇതുപോലെ ഡാർക്ക് വരും. പോളിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ്റ്റീരിയർ ആകുമ്പോൾ സാധാരണ പോളിഷ് അടിച്ചിരണം, അല്ലെങ്കിൽ നമുക്ക് ഇതേ പായൽ പിടിക്കാനുള്ള ഒരു ചാൻസ് എല്ലാവർക്കും കാണുന്നതാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അതായത് പലരും ചോദിക്കാറുണ്ട്, ഇടയിൽ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിഷമതകൾ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെള്ളം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ സാധനം എക്സ്റ്റീരിയർ ഒട്ടിക്കുവാണെങ്കിൽ ഇത് നമ്മൾ ഇതുപോലെ തന്നെ പോളിഷ് അടിച്ചിടണം. പിന്നെ വാക്കും പിടിച്ചു കഴിഞ്ഞാൽ പൊടിയെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് തന്നെ വരുന്ന മിന്റ് എന്ന് പറഞ്ഞ സ്റ്റോണാണ്. ആഷ് കളർ സ്റ്റോൺ ആണ്. ഇതൊക്കെ നമുക്ക് കൂടുതൽ ഇന്റീരിയർ പർപ്പസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ അത്യാവശ്യം റേഞ്ച് വരുന്ന സാധനങ്ങളാണ്, തീരെ കുറഞ്ഞതല്ല. ഇതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ്? നമുക്കൊരു 240 രൂപ പെർ സ്ക്വയർ ഫീറ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര രൂപയുടെ സ്ക്വയർ ഫീറ്റ് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്? 40 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 40 രൂപയുടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതും കാണാം, 40 രൂപയുടെയും കാണാം. ഇതിപ്പോൾ 240 രൂപ സ്ക്വയർ ഫീറ്റ്. മുകളിലത്തെ ഈ പ്രോഡക്റ്റ് 200 രൂപ സ്ക്വയർ ഫീറ്റ്. അതിനേക്കാൾ ഒരു 40 രൂപയുടെ കുറവാണ്. ഇത് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ? അടുത്താകുമ്പോൾ ഇതും ഇതുപോലെ തന്നെ ബിഡാസാർ ഗ്രീൻ എന്ന് പറഞ്ഞ ബിഡാസാർ പാനലിൽ വന്നൊരു സ്റ്റോണാണ്. പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഏകദേശം 250 രൂപ റേഞ്ച് വരുന്ന സാധനമാണ്. ഇത് നമുക്ക് എക്സ്റ്റീരിയർ ഇന്റീരിയറും കൊടുക്കാം. കാരണം ഒറ്റ നടത്തി കാണുമ്പോൾ നമ്മുടെ ലെപ്പോത്ര വരുന്ന സാധനം ഇത് തന്നെ ഇത് വരുന്നുണ്ട്. വലിയ ഷീറ്റായിട്ട് മാർബിളായിട്ട് തന്നെ വരുന്നുണ്ട്. ആ സെയിം ഇതിന്റെ തന്നെ സ്റ്റോണാണ്. ഇത് രാജസ്ഥാനാണ്. ഇത് ഇതുപോലെ തന്നെ 1/1 സ്ക്വയർ ആണ്. ഇത് CNC വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണോ? അതെ, ചെയ്തിരിക്കുന്ന CNC വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഏകദേശം 275 250 ആ റേഞ്ച് വരുന്ന സാധനങ്ങളാണ്. ഈ താഴെ വരുന്നതൊക്കെ അതുപോലെ തന്നെ
അതിനകത്ത് മിക്സ്ഡ് ആയിട്ട് ഇത് ഈ സ്റ്റോൺ തന്നെ ഈ സ്റ്റോൺ തന്നെ ഈ സാധനം ചെറു പീസ് വരുന്നത്. അതിനകത്ത് നമ്മൾ മാർബിൾ ഇൻക്ലൂഡിംഗ് ആയിട്ട് വർക്ക് ചെയ്ത് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ 1x1 സ്ക്വയർ ആണ് വരുന്നത്. ഒക്കെ ഏകദേശം 300 രൂപ റേഞ്ച് വരുന്ന സാധനമാണ് വരുന്നതാണ് അല്ലേ. ഈ താഴെ വരുന്ന പെബിൾസും ഒരുപാട് വെറൈറ്റീസ് ഓഫ് പെബിൾസ് നമുക്ക് ഇവിടെ കാണാം. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അല്ലേ. നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. അതെ, ഓക്കെ. മാത്രമാണ് ഉള്ളത്. അടുത്തതിലോട്ട് വന്നു കഴിഞ്ഞാൽ മൺസൂൺ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. നമ്മുടെ നാച്ചുറൽ സ്റ്റോണിന്റെ തന്നെ ഈ നമ്മുടെ കരിങ്കല്ലിലെ തന്നെ ഫീൽ വരുന്ന സാധനം. ഏകദേശം 260 രൂപ റേഞ്ച് വരും. അത് ഇതുപോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. 1x1 സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്ന പോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന സാധനമാണ്. ഇത് നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയറിന് കൊടുക്കാം. ഇതുപോലെ കൊടുക്കാം. ഈ മോളി വരുന്നത് കാഗെന്ന് പറയും. പേരുകൾ പല സ്ഥലത്തും പല പേരുകളായിരിക്കും. നമുക്ക് കാഗാണ്, വേറെ ആൾ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ വേറൊരു പേരായിരിക്കും. രണ്ടുകളും വേറെ വേറെ പേരിലാണ് വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ രാജസ്ഥാനാണ്. ഇത് ശരിക്കും പോളിഷ് അടിച്ചിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പോളിഷ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് വരും. ഇത് വെള്ളമാണ്, ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മൾ പോളിഷ് ചെയ്താൽ കിടക്കുന്ന അല്ലേ. പോളിഷ് ചെയ്യാതിരിക്കുന്നതാണ് അതിന്റെ ഭംഗി. പിന്നെ എക്സ്റ്റീരിയർ ആകുമ്പം പിന്നെ പോളിഷ് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പോളിഷ് ചെയ്യും. അതെ അതെ. ഇത് എന്ത് പ്രോഡക്റ്റ് ആണ്? ഇത് ഇതുപോലെ തന്നെ പ്ലാറ്റിനം ഗ്രേ എന്ന് പറയും. അതായത് നമ്മുടെ ഇതിന് തന്നെ ഈ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഈ തിളക്കമുള്ള ഇതാണല്ലേ പ്രോഡക്റ്റ്? ഇതാണ്. ഇതിൻ്റെയൊക്കെ സൈഡ് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൂ ചെയ്യാൻ പറ്റുമോ? ഗ്രൂ ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഈ പില്ലറേ ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ലെവൽ കിട്ടുക. ശരി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന സിന്തറ്റിക്, ഇതിപ്പോൾ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് വേറൊരു സാൻഡ്സ്റ്റോൺ തന്നെ, ഇതിന്റെ തന്നെ ഈ മഞ്ഞ കളർ വരുന്ന സ്റ്റോൺ തന്നെ. ഇതെല്ലാം രാജസ്ഥാനാണ്, ജയ്സാൽമർ സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ഇതും 1x1 എന്നുള്ള സൈസാണ് വരിക. ഈ ടൈപ്പ് ഇതുപോലെ തന്നെ രാജസ്ഥാൻ സാൻഡ്സ്റ്റോൺ തന്നെ വെറൈറ്റി ഒരു സാധനമാണ്. ഇത് 1x1 സ്ക്വയർ ആണ് വരുന്നത്. ഇതുമില്ല, അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നു. ഇത് വരുന്നത് ഇതാണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള സാധനമാണ്. 50 സ്ക്വയർ ഫീറ്റ് ഒരു 135 റുപ്പീസ് വരുന്നതാണ്. ഇത് 135 രൂപ അല്ലേ. അതിങ്ങനെ സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പിൽ നീളത്തി വരുന്നു. ഇതിന്റെ തന്നെ പീസുകളും വരുന്നുണ്ട്. ഇതിന് തന്നെ 2 ഇഞ്ച്, ഇതിപ്പോ 2 ഇഞ്ചാണ്. ഇതിന്റെ 3 ഇഞ്ച് വരുന്നുണ്ട്, 4 ഇഞ്ച് വരുന്നുണ്ട്. ഇത് ലേ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ക്ലാഡിങ് നമ്മൾ ലേ ചെയ്ത് കൊടുക്കും ഇല്ല, പേവിംഗ് സ്റ്റോൺ മാത്രമേ നമ്മൾ. അതായത് നമ്മൾ വെളിയിലിടുന്ന പേവിംഗ് സ്റ്റോൺ നമ്മൾക്ക് ഇവിടുന്ന് ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ പണിയുന്ന ടൈൽ പണിക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരൊന്നും ഇല്ല. വരുന്നു അത്രേ ഉള്ളൂ. മൺസൂൺ ബ്ലാക്കിന്റെ തന്നെ വേറൊരു സാധനമാണ്. 1x1 സ്ക്വയർ വരുന്നതാണ്, സ്വീഡിഷ് ബ്ലാക്ക് എന്ന് പറയും. ഇത് അതുപോലെ തന്നെ സാൻഡ്സ്റ്റോണിന്റെ തന്നെ ടൈപ്പിൽ വരുന്നത്. ഇത് കോപ്പർ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ തന്നെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇത് സിൽവർ ഗ്രേ എന്ന് പറയും, ഇത് കോപ്പർ സ്പാർക്കിൾ എന്ന് പറയും, സിൽവർ എന്ന് പറയും. ഇതിന്റെ എല്ലാം ഇതുപോലെ പീസുകളും വരുന്നുണ്ട്. കോപ്പറിന്റെ തന്നെ പീസായത്. ഇതിന്റെ ഈ സൈസും വ്യത്യാസപ്പെടുമല്ലേ ഇവിടെ വരുമ്പോഴത്തേക്ക്? ഇതെന്ന് പറഞ്ഞാൽ ഇത് നെറ്റേ വരുന്നതുകൊണ്ടാണ്. ശരിക്കും നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന മോഡലാ, ഒരേ ഇഞ്ച് സൈസ് തന്നെ. ഇപ്പൊ നമുക്ക് പുതിയ ഷെയ്ഡുകൾ വരുന്നത് മിക്സഡ് പാറ്റേൺ ആണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള മിക്സഡ് പാറ്റേൺ. മറ്റേന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ പാറ്റേൺ. അതെ അതെ, ഒരു ഓൾട്ടർനേറ്റ് മിക്സിംഗ് വരുന്നുണ്ടല്ലേ. ഇപ്പൊ പുതിയ വരുന്നത് എല്ലാം ഇത്രയും. ഇതിന്റെ റേറ്റും നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞ 135 തന്നെയാണ്. ഇതിന്റെ പീസ് വരുന്നത് 75 രൂപയും. ഇത് അതുപോലെ തന്നെ അതിന്റെ തന്നെ സിൽവർ ഷെയ്ഡ്. സിൽവർ ഷെയ്ഡാണ്. ഇതിന്റെ തന്നെ ഇനി ഓഷ്യൻ ഗ്രേ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഗ്രീൻ സ്പാർക്കിൾ എന്ന് പറഞ്ഞ വേറൊരു മോഡലുണ്ട്. ഇതെല്ലാം ഇതുപോലെ തന്നെ നെറ്റേ വരുന്നത് 135, പീസ് വരുന്നത് 75 റുപ്പീസ്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സിൽവർ, കോപ്പർ, സിൽവർ ഗ്രേ, ഇതിനകത്ത് വരുന്ന വേറൊരു ഐറ്റം ആണ്. ഇത് ഓഷ്യൻ ഗ്രേ എന്ന് പറയും. വേറൊരു ഡിസൈൻ ആണ് അല്ലേ? ഡിസൈൻ ഓഷ്യൻ ഗ്രേ. അത് ഗ്രേ ഷെയ്ഡാണ്. നമ്മൾ താഴെ ഞങ്ങൾ പോളിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെറിയ ഡാർക്ക് വരുന്നത്. വെള്ളത്തിലാണ് ശരിക്കും പക്കാ നാച്ചുറൽ കളർ. റേറ്റ് എല്ലാം സെയിം തന്നെ, 75 രൂപ പീസ്. അതിനാകുമ്പോൾ 135. ഇതിൽ ഈ പറഞ്ഞ പോലെ കട്ടിങ് വർക്ക് ചെയ്ത് വന്നിട്ട് അടുത്തത് സാൻസ്റ്റോൺ തന്നെയാണ്. വർക്ക് ചെയ്ത് വന്നിരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതാണോ? ഇവിടെ വന്നതിന് ശേഷം ചെയ്യുന്നതാണോ? അല്ല, രാജസ്ഥാനിൽ ചെയ്തു വരുന്നതാണോ? ഇതുപോലെ തന്നെ ഈ സാൻസ്റ്റോണിന്റെ തന്നെയാണ് മിന്റ് ഐറ്റം വരുന്നത്. വൈറ്റ് ശരിക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഇന്റീരിയർ പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. സീറോ ആരും കൊണ്ടുപോകാറില്ല. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഈ ഒരു സിംഗിൾ വോളിലൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇത് ശരിക്കും മാർബിൾ തന്നെയാണ്. നമ്മൾ ഗ്രൂ കട്ട് ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ ശരിക്കും നമുക്ക് ആന്ധ്രയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കരിങ്കല്ല് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും മാർബിൾ തന്നെയാണ്. അതിന്റെ തന്നെ വേറൊരു കളറാണ് ഈ പിങ്ക് കളർ. ശരി. പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, നമുക്ക് വൈറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റ് 100 രൂപ റേഞ്ച് വരുന്ന സാധനം. സ്ക്വയർ ഫീറ്റ് 100 ഉള്ളൂ അല്ലേ? ഇത് നമുക്കിവിടെ എത്ര മൊത്തത്തിൽ എന്തുമാത്രം വെറൈറ്റീസ് ഉണ്ടാവും? 50 എണ്ണയിലും വരും.
50 നമുക്ക് ലൈവായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ആണ്. റെഡി സ്റ്റോക്ക് ഓർഡർ ചെയ്ത് വരുത്തേണ്ട ഇൻ കേസ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തേണ്ട സാധനങ്ങൾ വരുന്നുള്ളൂ. ഇത് ഞാൻ 2 സ്ഥലത്ത് കണ്ടു. ഇത് നമുക്ക് സെയിലിന് വെച്ചിരിക്കുന്നതാണോ ഇത്? അതെ, അത് അയണാണോ പ്രോഡക്റ്റ്? നമ്മുടെ ഇപ്പോൾ കണ്ടത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇവിടെ ലൈവായിട്ടുള്ള 50 വെറൈറ്റീസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഗോഡൗൺ ഉണ്ട്. അതായത് നമുക്ക് എന്തുമാത്രം ഓർഡർ ചെയ്താലും നമുക്ക് ഇവിടുന്ന് റെഡി സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രീമിയം സെഗ്മെൻ്റാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ 40 റുപ്പീസിൻ്റെ ക്ലാഡിംഗ് ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം അല്ലേ? അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് രഞ്ജിത്ത് ജിയാണ്. രഞ്ജിത്ത് ജി ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ വിശ്വാസിൻ്റെ പാർട്ണറാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇൻറ്റീരിയറായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. ഇത് നമ്മൾ എക്സ്റ്റീരിയറായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. ഇക്കോണമി റേഞ്ച് ആണ് എല്ലാം. ഏകദേശം ഒരു 40 റേഞ്ചിലേ വരുള്ളൂ. സ്ക്വയർ ഫീറ്റ് അല്ലേ? പെർ സ്ക്വയർ ഫീറ്റ്. നമുക്ക് വരുന്നത് ഇത് ബുച്ചിങ് എന്ന് പറഞ്ഞ മോഡൽസ് ആണ്. ഇത് വരുന്നത് 2 ഇഞ്ച് തിക്നെസ്, 2 ഇഞ്ച്, 4 ഇഞ്ച്, 6 ഇഞ്ച്, ഇങ്ങനെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. 1/2, 1/4, 1/6 ആ റേഞ്ചിൽ വരുന്നുണ്ട്. എല്ലാം സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 40 രൂപ റേഞ്ചിലേ വരുള്ളൂ. നമുക്കിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വീടിന്റെ എക്സ്റ്റീരിയർ യൂസ് ആണ്, മതിലുകൾ അങ്ങനെയുള്ളതിനൊക്കെയാണ്. കളർ ഫെയ്ഡിങ് അങ്ങനെ ഒന്നും തന്നെ നമുക്ക് പേടിക്കണ്ട. പിന്നെ ഒരു ബുച്ചിങ് ഈ ഒരു ഫിനിഷ് വരുന്നതിനാണ് ബുച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കളർ വെറൈറ്റീസ് എന്ന് പറയുന്നത് കോപ്പർ കളർ ഉണ്ട്, ഗ്രീൻ കളർ വരുന്നുണ്ട്, ഗ്രേ കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിങ്ക് കളർ. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വരുന്നത് നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന നാച്ചുറൽ സ്റ്റോൺസ് ആണ്. പിന്നെ വരുന്നത് ഇതിന്റെ 12/4 ആണ്, 12/2 ആണ്. മിക്സ് ചെയ്ത് ഒട്ടിക്കുന്നതാണ്. പല കളർ മിക്സ് ചെയ്ത് മിക്കവാറും ഒട്ടിക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ വരുന്ന മതിലുകൾ അങ്ങനെയുള്ള യൂസിനാണ് വരുന്നത്. ഇതിന് നമ്മൾ ഇപ്പോൾ ഒരു സംശയമായിട്ട് നമ്മളിവിടെ കരിങ്കല്ല് വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ട്. അത് വരുന്നത് നമുക്ക് 12/6 ഇത്രയും ചെറുതാക്കി നമുക്ക് കരിങ്കല്ല് കട്ട് ചെയ്തെടുക്കാൻ പാടാണ്. ഇപ്പൊ നമുക്ക് ഈ സ്റ്റോൺ ഇങ്ങനെ സ്ലേറ്റ് സ്റ്റോൺ പോലത്തെ ഈ സ്റ്റോൺസ് നമുക്ക് ഈ ഇത്രയും ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഫിനിഷ് കിട്ടും. നമുക്ക് ഇങ്ങനെ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റോൺ ഒരിക്കലും കിട്ടത്തില്ല. ഈ സ്ലേറ്റ് സ്റ്റോൺ പോലത്തെ സ്റ്റോൺസ് ഉള്ളൂ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫൗണ്ടൻ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഒരു നാച്ചുറൽ സ്റ്റോൺ ഫൗണ്ടൻ അല്ലേ? ഓക്കെ, നമുക്ക് നാച്ചുറൽ സ്റ്റോൺ തന്നെ ഫൗണ്ടൻ ആയിട്ട് വരുന്നുണ്ട്. ഇതുവരെ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. ഈ സാൻഡ്സ്റ്റോൺ നമ്മൾ കാണിച്ചല്ലോ, ആ സാൻഡ്സ്റ്റോണിൽ തന്നെ ഓരോ ഫൗണ്ടൻ ആയിട്ട് കൊത്തി വരുന്നതാണ് ഓരോ വെറൈറ്റീസ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ബുദ്ധൻ്റെ ആണ്, പിന്നെ അത് മഷ്റൂമിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട്. വാട്ടർ ഫൗണ്ടൻ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇന്റീരിയർ യൂസ് ആണ് കൂടുതലും വരുന്നത്. ഇതെല്ലാം ഓരോ പീസായിട്ട് അങ്ങനെ അടുക്കി സെറ്റ് ചെയ്തേക്കാണ് അല്ലേ? പീസായിട്ടാണ് വരുന്നത്. കാർട്ടൺ ബോക്സിനകത്ത് നമ്മൾ വന്നത് സെറ്റ് ചെയ്യുകയാണ്. എല്ലാം ഓരോ പീസാണ്. ഇതിപ്പോൾ 4-5 പീസായിട്ടാണ് വരുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഏകദേശം എത്ര റേഞ്ച് ഒന്ന് പറയാൻ പറ്റുമോ? 15,000 അബവ് ആയിരിക്കും. ബുദ്ധന് എത്ര രൂപ വരുന്നുണ്ട്? ബുദ്ധന് ഏകദേശം ഒരു 20,000 വരും. 20,000 വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇത് മറ്റൊരു ഐറ്റം ആണല്ലേ? അതെ അതെ. ഇത് വരെ നമ്മൾ വാട്ടർ ഫൗണ്ടൻ ആണ്. വാട്ടർ ഫൗണ്ടൻ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്റ്റോൺസ് ആണ്. ഇത് വരുന്നത് ഒരു ആന്റിക് ലുക്ക് ഉള്ള ടൈപ്പ് പഴയ സ്റ്റോൺസ് ആണ്. ഇപ്പം ഇത് ശരിക്കും നമുക്ക് വീടിന്റെ ഇന്റീരിയർ യൂസിനാണ് കൂടുതലും ചെയ്യുന്നത്. നമുക്ക് ഡ്രോയിങ് റൂം, കോർട്ട്യാർഡിലൊക്കെ വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം സ്റ്റോൺ ആണ്. ഇതിലാകുമ്പോൾ കറക്റ്റ് വെള്ളം ചാടി വരത്തില്ല, അതേ തന്നെ ഊർന്ന് വരുള്ളൂ. നമ്മുടെ ഇവിടെ പൈപ്പ് ബ്ലോക്കിംഗ് ആയതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്തുവാണ്? അങ്ങനെ ഒരു ഏകദേശം ഒരു 200 രൂപ അടുത്ത് വരും സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു പ്രോഡക്റ്റിന് അല്ലേ? ഓക്കെ. ഇത് ശരിക്കും വാൾ മ്യൂറൽ ആണെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുകൂടെ ഒന്ന്. ഇത് വരുന്നത് വാൾപേപ്പർ ആണ്. മ്യൂറൽ പെയിന്റിങ്സിന്റെ വാൾപേപ്പർ ആണ്. നമുക്കിപ്പം വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെയിന്റിങ്സ് എല്ലാം വാൾപേപ്പറിന്റെ സൈസിൽ തന്നെ നമുക്ക് വാൾപേപ്പറിലെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും, കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. നമ്മുടെ മെഷർമെന്റ് ഏതാണോ ആ മെഷർമെന്റിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഈ സ്റ്റോൺ സെക്ഷന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് വാൾപേപ്പർ. ഇന്റീരിയർ കൂടുതൽ യൂസ് ചെയ്യുന്ന മിക്കവാറും ബെഡ്റൂംസ്, ഡ്രോയിങ് റൂംസ്, ലിവിംഗ് റൂംസ് എല്ലാത്തിനും നമുക്ക് വാൾപേപ്പർ ഉണ്ട്. അതിന്റെ ഏറ്റവും വെറൈറ്റി ആണ് ഈ മ്യൂറൽ വാൾപേപ്പർ. മ്യൂറലിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഡെപ്ത് ആണ്. മ്യൂറലിന്റെ സൈഡിലുള്ള ഡെപ്ത് ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ടെന്നുള്ള പ്രത്യേകത. പിന്നെ നിങ്ങൾക്കുള്ളൊരു പ്രധാന സംഗതി നമ്മുടെ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്റീരിയർ പ്ലാന്റ്സും പോട്ടും ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് പെർ പീസ് ആയിട്ട് സെയിൽസ് ഉണ്ട്. ഇവിടെ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. പോട്ടുകളും ഇന്റീരിയർ പ്ലാന്റും എല്ലാം സെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ പോട്ടുകളൊക്കെ ഏകദേശം എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഏകദേശം ഒരു 50 രൂപ തൊട്ട് പോട്ടുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ സെറാമിക്കിന്റെ വലിയ പോട്ടൊക്കെയാണ് ഒരു 1000 to 25,000 വരെ പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ പ്ലാന്റ്സ് ഒരു ഇന്റീരിയർ പ്ലാന്റ്സ് എല്ലാം ഒരു 100 അബവ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വാൾപേപ്പറിലോട്ട് വരുമ്പോൾ വാൾപേപ്പർ നമുക്ക് 50 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഫിനിഷ്. അതായത് നമ്മൾ
വീട്ടിൽ ഒട്ടിച്ച് കൊടുക്കുന്ന ഉൾപ്പെടെ റേറ്റ്, ലേബർ ഉൾപ്പെടെയുള്ള റേറ്റ്. ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ 50 രൂപ നമ്മൾ അതിന്റെ റേറ്റ് പറയുന്നത്. ഇനി നമുക്ക് കാണാനായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസ് ആണ്. നാച്ചുറൽ സ്റ്റോൺസിന്റെ ഒരു വെറൈറ്റീസ് കൂടെ പറയാമോ? അതെ, നാച്ചുറൽ സ്റ്റോൺസ് പേവിങ്സ് ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സിമെന്റ് ബേസ്ഡ് പേവേഴ്സ് ആണല്ലോ. അതെ. ഇപ്പം നമുക്ക് വരുന്നത് 12x2x2, 2x3 അങ്ങനെ പല റേഞ്ചിൽ 1x1 നാച്ചുറൽ സ്റ്റോൺസിന്റെ പേവിങ്സ് ആണ്. നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺസ് ഉണ്ട്, താണ്ടൂർ സ്റ്റോൺസ് ഉണ്ട്, കടപ്പ സ്റ്റോൺസ് ഉണ്ട്. ഈ സ്ലേറ്റ് സ്റ്റോൺ പോലത്തെ കടപ്പ സ്റ്റോൺസ്. ഇപ്പം 3 വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതിന്റെ തിക്നെസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇന്റീരിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് തിക്നെസ് കുറഞ്ഞെടുത്താൽ 25 mm തിക്നെസ് ഒക്കെ ഉള്ളത് മതി. എക്സ്റ്റീരിയർ ആണെങ്കിൽ വലിയ വണ്ടികളൊക്കെ കയറുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 45 to 50 mm തിക്നെസ് ഉള്ള സ്റ്റോൺസ് ആണ് വേണ്ടത്. തിക്നെസ് അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. നമുക്കിപ്പം 25 mm ഉണ്ട്, 45 ഉണ്ട്, 60 mm ഒക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 60 above ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബൾക്ക് ഓർഡർ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സൈറ്റിലേക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് നമുക്ക് റേറ്റ് ഇതാക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഇത്രയും ഏകദേശം ഒരു 50 കിലോയൊക്കെ വരുന്നുണ്ട് ഒരു സ്റ്റോൺ. അപ്പോൾ ഈ സ്റ്റോണിന്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും റേറ്റ് വരുന്നത്. അപ്പം നമുക്കൊരു ലോഡ് ഡയറക്റ്റ് സൈറ്റിലേക്ക് ഇറക്കുവാണെങ്കിൽ ഒരു ലോഡിങ് ആൻഡ് അൺലോഡിങ് ഒഴിവാക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സൈറ്റ് കണ്ടിട്ട് അവിടുത്തെ രീതികൾ അനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഏകദേശം 60 above വരും. 60 above റേറ്റ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിൽക്കുന്നത് വിശ്വാസ് സ്റ്റോൺ മാക്സ് നമ്മുടെ കോട്ടയം തിരുവഞ്ചൂരാണ്. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ അടക്കം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാം. അതായത് നാച്ചുറൽ സ്റ്റോൺസ് 40 രൂപ തൊട്ട് എക്സ്റ്റീരിയർ സ്റ്റോൺസ് ലഭ്യമാണ്. ഇൻറ്റീരിയർ സ്റ്റോൺസ്, അതുപോലെ തന്നെ വാളിൽ ചെയ്യുന്ന വാൾ പേപ്പേഴ്സ്, ഇൻറ്റീരിയർ പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ റേറ്റും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ഞാൻ എന്നും എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. കമൻറ്റ് ബോക്സുകൾ, ഇതിപ്പോൾ ഒരു സജഷൻ വീഡിയോ ആണ്. ഇതുപോലെ തന്നെ സജഷൻസ് ഇനിയും തരിക. കമൻറ്റ് ബോക്സുകൾ നിങ്ങളുടെ സജഷൻസ് ഇടുക, നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കമൻറ്റുകൾ ഇടുക. ഇനിയും ഇതുപോലെ 100% ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.